ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കണ്ണൂർ പോലീസ് ജയിൽ ചാട്ടം എന്നത് പ്രത്യേകമായൊരു കേസ് എടുത്തിട്ടുണ്ട് ഗോവിന്ദച്ചാമിക്കെതിരെ. കാരണം ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് കണ്ണൂർ പോലീസ്. അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് എന്നത്. അതിനായി പോലീസ് ബന്ദ് ഹൗസിൽ കൊണ്ടുപോവുകയാണ് ഗോവിന്ദച്ചാമിയെ. പിന്തുടരുകയാണ് കൈരളി വാർത്താ സംഘം. പി വി കുട്ടൻ കൂടി ഒപ്പം ചേരുന്നുണ്ട്. പി വി കുട്ടൻ, ഇനിയിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായ തെളിവെടുപ്പ്, അതിനാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുന്നത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകുന്നത് അല്ലേ? നമ്മളുടെ വാർത്താ സംഘം പിന്നാലെയുണ്ട്. അല്പസമയത്തകം ഇപ്പോൾ പള്ളിക്കുന്ന് വനിതാ കോളേജ് കഴിഞ്ഞു പോലീസ് സംഘം അല്പസമയത്തകം ജയിൽ വളപ്പിലേക്ക് ഇപ്പോൾ പ്രവേശിക്കും. അവിടെയും നമ്മുടെ വാർത്താ സംഘം ദൃശ്യങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അല്പസമയം മുമ്പാണ് ഈ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവിടെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം തെളിവെടുപ്പിന് വേണ്ടി ഗോവിന്ദച്ചാമിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഈ ജയിലിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ജയിൽ ചാടിയത്. അതുകൊണ്ട് അവിടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറായി. അതോടൊപ്പം തന്നെ FIR രേഖപ്പെടുത്തി. ഇപ്പോൾ ജയിൽ വളപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജയിൽ വളപ്പിനകത്തേക്ക് ഇപ്പോൾ അവിടേക്ക് ഗോവിന്ദച്ചാമിയെ കയറ്റിക്കൊണ്ടുള്ള വാഹനം ജയിലിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. വലിയൊരു വാഹന വ്യൂഹം തന്നെയുണ്ട്. നിരവധി പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയുണ്ട്. കാരണം ഈ തെളിവെടുപ്പിനിടെ ജയിലിനകത്ത് ജനരോഷം ഉണ്ടാകില്ലെങ്കിൽ പോലും പോകുന്ന വഴിയിലൊക്കെ അത്തരത്തിൽ ജനരോഷം ഉണ്ടാകും എന്നുള്ളൊരു ആശങ്ക ഉള്ളതുകൊണ്ട് തന്നെ വളരെ ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പാടാക്കിയിട്ട് ഇപ്പോൾ ജയിൽ വളപ്പിനകത്തേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അല്പസമയത്ത് ജയിലിനുള്ളിലേക്ക് ഈ ഗോവിന്ദച്ചാമിയെ കൊണ്ടുപോകും. തീർച്ചയായും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അതിൻ്റെ ജയിൽ വളപ്പിലേക്ക് ഏതാണ്ട് പ്രവേശിക്കുന്നു ഗോവിന്ദച്ചാമിയെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് സംഘം. ഗോവിന്ദച്ചാമിയെ ഇനി തെളിവെടുപ്പിന് വിധേയമാക്കും. പിന്നിൽ വാർത്താ സംഘമാണ്, കൈരളി വാർത്താ സംഘമാണുള്ളത്. പി വി കുട്ടനാണ് വിവരങ്ങൾ നൽകുന്നത്. സെൻട്രൽ ജയിലിന് സമീപത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് എം കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സന്തോഷ്, ഇതാ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരിക്കുന്നു. തെളിവെടുപ്പ് നടത്തണം. കാരണം ജയിൽ ചാടി, അതെങ്ങനെ, അതെവിടെ, അതൊക്കെ വിശദീകരിക്കേണ്ടത് ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള നിർണായകമാണ്. അപ്പോൾ കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പാണ് അല്പസമയത്തിനകം നടത്താൻ പോകുന്നത്. അതിനായി ഗോവിന്ദച്ചാമി അവിടെ എത്തിച്ചു കഴിഞ്ഞു. സന്തോഷം. അജിംഷാദ്, കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നിന്നും FIR ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് എത്തിക്കുകയാണ്. ജയിലിനകത്തേക്ക് ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ പ്രവേശിപ്പിക്കുകയാണ്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ 4:15 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. വീണ്ടും ഗോവിന്ദച്ചാമിയെ ജയിലിലേക്ക് എത്തിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് വീണ്ടും ഈ അന്വേഷണ സംഘം ഗോവിന്ദച്ചാമിയെ എത്തിച്ചിരിക്കുകയാണ്. കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത്. ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി തന്നെ ഏതു വഴിയാണ് രക്ഷപ്പെട്ടത്, ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് രക്ഷപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് തെളിവെടുപ്പിന്റെ ഭാഗമായി ശേഖരിക്കേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഗോവിന്ദച്ചാമിയുമായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ സെൻട്രൽ ജയിലിൽ നിന്നും, ഈ ജയിലിനകത്ത് നിന്നും തടവ് ചാടിയ ഗോവിന്ദച്ചാമി മണിക്കൂറുകൾക്കകം തന്നെ ജയിലിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. പോലീസ് വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ പിടികൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നു. ഇത് തെളിവെടുപ്പിന്റെ ഭാഗമായാണ് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ എത്തിയിരിക്കുന്നത്. ഇനി കോടതിയിൽ ഹാജരാക്കി അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഏതായാലും ഈ ഗോവിന്ദച്ചാമിയെ പിടികൂടിയതിന് പിന്നാലെ പോലീസ് ആദ്യം പോലീസ് ട്രെയിനിങ് ക്യാമ്പിലും പിന്നീട് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലും അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഓഫീസിലും എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിന് ശേഷം, അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തെളിവെടുപ്പിനായി അന്വേഷണ സംഘം ഗോവിന്ദച്ചാമിയെ എത്തിച്ചിരിക്കുന്നത്. ജയിലിന് പുറത്ത് ഗോവിന്ദച്ചാമി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാത്തു നിൽക്കുകയാണ്. ഈ ഗോവിന്ദച്ചാമിയെ താമസിപ്പിച്ചിരുന്ന സെല്ലിലേക്ക് ആദ്യം കൊണ്ടുപോകും. അവിടെ നിന്നും തെളിവ് ശേഖരിക്കും. അതിനുശേഷം അവിടെ നിന്നും ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട വഴികളിലൂടെ അന്വേഷണ സംഘം തെളിവ് ശേഖരിക്കും. അവിടെ നിന്നും രക്ഷപ്പെട്ട വഴി ഉൾപ്പെടെ മറ്റു മാർഗങ്ങൾ ഉൾപ്പെടെ ഗോവിന്ദച്ചാമിയിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിയും, തെളിവുകൾ ശേഖരിക്കും. ഈ കേസന്വേഷണത്തിൽ വളരെ നിർണായകമാണ് ജയിലിനകത്ത് നിന്നുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത്. ആ നിർണായക തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക്
സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും തെളിവെടുപ്പിന് പിന്നാലെ തെളിവെടുത്തതിന് ശേഷം സെൻട്രൽ ജയിലിൽ നിന്നും തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഗോവിന്ദചാമിയെ കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്യുക. കണ്ണൂർ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും ഇതിൻ്റെ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ഗോവിന്ദചാമിയെ പിടികൂടിയതിന് പിന്നാലെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. തെളിവെടുപ്പ് എന്ന് പറയുന്നത് ഈ കേസിൽ വളരെ നിർണായകമാണ്. കാരണം ജയിലിനകത്ത് തടവിൽ കഴിയുകയായിരുന്ന ഒരു കൊടും കുറ്റവാളി ജയിലിൻ്റെ എല്ലാ സുരക്ഷാ വലയവും ഭേദിച്ചുകൊണ്ട് ജയിൽ ചാടി രക്ഷപ്പെട്ട ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ തെളിവുകൾ വളരെ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് പോലീസിന് ശേഖരിക്കേണ്ടത്. ഈ ജയിൽ ചാട്ടത്തിന് ഏതൊക്കെ തരത്തിലുള്ള മാർഗങ്ങളാണ് ഗോവിന്ദചാമി സ്വീകരിച്ചത് എന്ന് പോലീസിന് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയേ മതിയാവൂ. ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് ഈ ഗോവിന്ദചാമിക്ക് ലഭിച്ചത് എന്ന് അന്വേഷണത്തിലൂടെ പോലീസിന് കണ്ടെത്തേ മതിയാകൂ. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള തെളിവെടുപ്പിനായാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജയിലിനകത്തേക്ക് പോയിട്ടുണ്ട്. തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിവെടുപ്പിന് ശേഷം ഗോവിന്ദചാമിയെ വീണ്ടും സെൻട്രൽ ജയിലിന് പുറത്തിറക്കും. അതിനുശേഷം കോടതിയിലേക്കാണ് നേരിട്ട് കൊണ്ടുപോകുക. കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ ജയിലിൽ നിന്നും വിയൂർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് ജയിൽ വകുപ്പ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്നും വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഗോവിന്ദചാമി നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ജയിൽ ചാടാനുള്ള തീരുമാനം വർഷങ്ങൾക്ക് മുൻപേ തന്നെ എടുത്തിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ ഇവിടെ നിന്നും ചാടി രക്ഷപ്പെടണം. വളരെ വിചിത്രമായ മൊഴികളെല്ലാം നൽകിയിട്ടുണ്ട്. സെൻട്രൽ ജയിൽ മടുത്തതുകൊണ്ടാണ് ജയിലിൽ നിന്ന് ചാടാൻ തീരുമാനിച്ചത് എന്നാണ് ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത്. അതിനുശേഷം ഈ ജയിൽ ചാട്ടത്തിന് സഹായകരമാകുന്ന വിധമുള്ള ഉപകരണങ്ങളുടെ ശേഖരിക്കുന്നതിലായിരുന്നു ഗോവിന്ദചാമി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ജയിലിൻ്റെ അഴികൾ മുറിച്ചു മാറ്റുന്നതിനായി ഈ ആക്സോ ബ്ലേഡുകൾ ശേഖരിച്ചു വെച്ചു. അതിനുശേഷം തുണികൾ, ജയിലിൻ്റെ മതിൽ ചാടി കടക്കുന്നതിനായുള്ള തുണികളും ശേഖരിച്ചു വെച്ചു. എല്ലാ ആസൂത്രണവും പൂർത്തിയായതിനു ശേഷം അതായത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടി ഇതിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. 4 മണിയോടുകൂടിയാണ് ജയിലിന് പുറത്തേക്ക് ഗോവിന്ദചാമി കടക്കുന്നത്. ആദ്യം അഴിമുറിച്ച് ഈ 10-ാം ബ്ലോക്കിൽ നിന്നും സെല്ലിൽ നിന്നും പുറത്ത് കടക്കുകയും അതിനുശേഷം പിന്നീട് ഒരു ചുറ്റുമതിലും അതിനുശേഷമുള്ള മതിലും ജയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ചുറ്റുമതിലും പിൻഭാഗത്തെ ചുറ്റുമതിലും ചാടിക്കടന്നാണ് അവിടെയുള്ള വൈദ്യുതി ഫെൻസിംഗ് ലൈൻ ഉണ്ടായിരുന്നു. അതിൽ ഈ 2 തുണികൾ ചേർത്ത് കെട്ടിവെച്ചുകൊണ്ട് അവിടെ നിന്നാണ് താഴേക്ക് ഗോവിന്ദചാമി ഇറങ്ങുന്നത്. അവിടെ നിന്നും ദേശീയപാത 66-ലൂടെ ഗോവിന്ദചാമി കണ്ണൂർ ടൗൺ ഭാഗത്തേക്ക് നീങ്ങുകയും തളാപ്പിലേക്കുള്ള ബൈപ്പാസ് വഴി ആ റോഡിലേക്ക് പ്രവേശിക്കുകയുമായിരുന്നു. അവിടെ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അത് അവിടെ ഒരു CCTV ദൃശ്യങ്ങൾ, ഈ ഗോവിന്ദചാമിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് അവിടെ നിന്ന് ലഭിച്ചു. മാത്രമല്ല അവിടെ നിന്നുണ്ടായിട്ടുള്ള ദൃക്സാക്ഷികളുടെ മൊഴികൾ കൂടി ഈ കേസിൽ വളരെ നിർണായകമായി മാറി. ഗോവിന്ദചാമിയെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം 2 പേർ ചേർന്ന് നടത്തിയെങ്കിലും അവിടെ നിന്നും ഗോവിന്ദചാമി കുതറി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെയുള്ള ഒരു മതിൽ ചാടിക്കടന്ന് ഒരു കുറ്റിക്കാട്ടിലേക്ക് പോയി. ആ കാടും അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടാണ് അതിന് താഴെയുള്ള ഈ ആൾതാമസമില്ലാത്ത വീടിൻ്റെ കിണറ്റിൽ ഒളിക്കാനുള്ള തീരുമാനം ഗോവിന്ദചാമി എടുക്കുന്നത്. അതായത് ജയിൽ ചാടാൻ തീരുമാനിച്ചത് മുതൽ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. കേരള പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിലൂടെ, വളരെ സമർത്ഥമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഈ ഗോവിന്ദചാമിയുടെ എല്ലാ പദ്ധതികളും കേരള പോലീസ് പൊളിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് മണിക്കൂറുകൾക്കകം തന്നെ കേരളത്തിന്റെ ആശങ്കയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് ഗോവിന്ദചാമി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ, തടവ് ചാടിയ സെൻട്രൽ ജയിലിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത്. ഇനി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും.